നമസ്കാരം. CPM ജില്ലാ സമ്മേളനം തിരുവനന്തപുരം ജില്ലയിലേക്ക് എത്തുമ്പോൾ നേതാക്കൾക്ക് വിമർശനങ്ങളും പരിഹാസങ്ങളും. മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പുകൾക്കുമെതിരെ വിമർശനം ഉയരുമ്പോഴാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെയും സമ്മേളന പ്രതിനിധികൾ നിർത്തിപ്പൊരിച്ചത്. MV ഗോവിന്ദന്റെ കുമാരപിള്ള ശൈലിക്കെതിരെയാണ് പരിഹാസമുയർന്നത്. നേതൃതലത്തിലുള്ളവർക്കെതിരെയും സമ്മേളനത്തിൽ വിമർശനമുയർന്നു. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വേദിയിലിരിക്കെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ പരിഹസിച്ച് രംഗത്ത് വന്നത് സമ്മേളനത്തിലെ വനിതാ പ്രതിനിധിയാണ്. പോലീസിനെ വിമർശിക്കുന്നതിനിടെയാണ് പാർട്ടി സെക്രട്ടറിയുടെ ശൈലിയെ ഇവർ പരിഹസിച്ചത്. ഗോവിന്ദൻ മാഷിന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം അറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ പോകണമെന്നും സെക്രട്ടറിയുടെ പ്രസംഗത്തിന് അർത്ഥം മനസ്സിലാകുന്നത് അപ്പോഴാണെന്നും പ്രസംഗം ഒരു വഴിക്കും പ്രവർത്തനം മറുവഴിക്കാണെന്നും അവർ വിമർശിച്ചു. മുഖ്യമന്ത്രി വേദിയിലിരിക്കവെയായിരുന്നു ആഭ്യന്തര വകുപ്പിനും നേരെയുള്ള വിമർശനം. ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ കൂടുതൽ പേർ ഉന്നയിച്ചു എന്നതും ശ്രദ്ധേയമാണ്. പോലീസ് സ്റ്റേഷനുകളിൽ ഇരകൾക്ക് നീതിയില്ല, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കേസുകളിൽ നടപടിയില്ല, പാർട്ടി നേതാക്കൾക്ക് പോലും നീതി ലഭിക്കുന്നില്ലെന്നും വിമർശനമുയർന്നു. പാർട്ടിയിൽ വനിതകൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യമില്ലെന്നും സമ്മേളനത്തിൽ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. വനിതകളെ പാർട്ടി പദവികളിൽ തഴയുന്നു. നിശ്ചിത പാർട്ടി പദവികളിൽ സ്ത്രീകളെ പരിഗണിക്കണമെന്ന് സർക്കുലർ ഇറക്കാനുള്ള ആർജവമുണ്ടോ എന്ന ചോദ്യവും സമ്മേളനത്തിൽ ഉയർന്നു. മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കുമെതിരെ വിമർശനം ഉന്നയിക്കാൻ കൂടുതൽ പേർ തയ്യാറാകുന്നു എന്നത് പ്രധാന വിഷയം തന്നെയാണ്. കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ സംഘടനയിൽ നിന്നും പിണറായി വിജയന് ഇത്രയേറെ വിമർശനം നേരിടേണ്ടി വന്നിരുന്നില്ല. എന്നാൽ MV ഗോവിന്ദൻ സെക്രട്ടറി ആയപ്പോൾ കഥ മാറുകയാണ്. തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിലടക്കം സർക്കാർ വിരുദ്ധ പരാമർശമുണ്ട്. ഇതിനൊപ്പമാണ് സമ്മേളനത്തിലെ വിമർശനവും. പാർട്ടി നേതൃത്വം അടിമുടി തിരുത്തലിന് തയ്യാറാകണമെന്നും ഭരണത്തിന്റെ തണലിൽ സഖാക്കൾക്ക് മൂല്യച്യുതി സംഭവിച്ചുവെന്നും ചൂണ്ടിക്കാട്ടി CPMന്റെ സംഘടനാ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതായി. പാർട്ടി വിട്ട മധു മുല്ലശ്ശേരി BJPയോട് അടുത്തിട്ടും നേതാക്കൾ ഇക്കാര്യം പാർട്ടി നേതൃത്വത്തിനോട് റിപ്പോർട്ട് ചെയ്തില്ലെന്നും സംഘടനാ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയും സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. MR അജിത് കുമാറിനെ DGP പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതായിരുന്നുവെന്നായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞത്. ആഭ്യന്തര വകുപ്പിന് പുറമെ തദ്ദേശ ടൂറിസം വകുപ്പുകളെയും സംഘടനാ റിപ്പോർട്ടിൽ വിമർശിക്കുന്നുണ്ട്. പിണറായി വിജയൻ വേദിയിലുള്ളപ്പോഴും വിമർശനം ഉയർന്നുവെന്നതും ശ്രദ്ധേയമായി. പോലീസിൽ DGP ആയുള്ള MR അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തെ ഉൾപ്പെടെ വിമർശിച്ച് ആഭ്യന്തര വകുപ്പിന് നേരെ ആഞ്ഞടിച്ച CPM വന്നിരുന്നു. തിരുവനന്തപുരം ജില്ലാ സമ്മേളനം പ്രതിനിധികൾ രംഗത്ത് വന്നതോടെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് ഇതിനകം തുടക്കം കുറിച്ചിരിക്കുന്നത്. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന് അന്വേഷണം നേരിടുന്ന അജിത് കുമാറിന് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയതോടെ സർക്കാർ കീഴടങ്ങിയെന്ന പ്രതീതിയാണ് ഉണ്ടായതെന്നും പ്രതിനിധികൾ വിമർശിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലാണ് ഈ വിമർശനം. ADGP MR അജിത് കുമാറിനെ DGP റാങ്കിലേക്ക് ഉയർത്താൻ പാടില്ലായിരുന്നു. നിയമപ്രകാരം അവകാശമുണ്ടെങ്കിൽ അത് കോടതിയിൽ പോയി വാങ്ങി വരട്ടെ എന്ന നിലപാടെടുക്കണമായിരുന്നുവെന്നും പ്രതിനിധികൾ പറഞ്ഞു. പോലീസ് സ്റ്റേഷനുകളിൽ CPM നേതാക്കളെക്കാൾ സ്വീകരണം ലഭിക്കുന്നത് BJP കോൺഗ്രസ് നേതാക്കൾക്കാണ്. പോലീസിന്റെ പ്രവർത്തനത്തിൽ സമ്പൂർണമായ മാറ്റമുണ്ടായില്ലെങ്കിൽ രാഷ്ട്രീയ ശത്രുക്കൾക്ക് ഗുണമായി മാറും. BJPയിലേക്ക് ചേക്കേറിയ മംഗലപുരം ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ പോലുള്ളവരെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. പാർട്ടി നേതാക്കൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും പ്രതിനിധികൾ പരിഹസിച്ചു. ധനവകുപ്പ് സമ്പൂർണ്ണ പരാജയമാണ്. കേന്ദ്രം സാമ്പത്തിക ഞെരുക്കം സൃഷ്ടിക്കുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ വെറുതെ പരിഭവം പറഞ്ഞു നടക്കുകയാണ് ധനമന്ത്രി. രണ്ടാം പിണറായി സർക്കാരിൽ കിഫ്ബി പോലുള്ള പദ്ധതികളൊന്നും നടപ്പിലാക്കിയിട്ടില്ലെന്നും കുറ്റപ്പെടുത്തലുണ്ട്. ആരോഗ്യവകുപ്പിൽ ഒരു മന്ത്രി ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും പ്രതിനിധികൾ പറഞ്ഞു.